അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1368. സൂറത്ത് ഹൂദ് 110 മുതൽ 112 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫഖ്തുലിഫ ഫീഹി ولولا كلمة سبقت من ربك لقضي بينهم وإنهم لفي شك منه مريب وإن كلا لما ليوفينهم ربك أعمالهم إنه بما يعملون خبير فاستقم كما أمرت ومن تاب معك ولا تطغوا إنه بما تعملون بصير. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولقد آتينا موسى الكتاب. നിശ്ചയം മൂസാ നബി അലൈഹിസ്സലാമിന് നാം ഗ്രന്ഥം നൽകി. ഫഖ്തുലിഫ ഫീഹി, ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായി. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക്, തങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു വാക്യം മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ ലഖുലിയ ബൈനഹും, അവർക്കിടയിൽ ഇപ്പോൾ തന്നെ തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടേനെ. വഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്, നിശ്ചയം അവർ ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അതിശക്തമായ സംശയത്തിലാണ്. വഇന്ന കുല്ലൻ, നിശ്ചയം എല്ലാ ആളുകളും ലമ്മാ ലയുവഫിയന്നഹും റബ്ബുക അഅമാലഹും, ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം തങ്ങളുടെ നാഥൻ അവർക്ക് പൂർത്തിയാക്കി നൽകുക തന്നെ ചെയ്യും. ഇന്നഹു ബിമാ യഅമലൂന ഖബീർ, നിശ്ചയം അല്ലാഹു തആല അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. ഫസ്തഖിം കമാ ഉമിർത, അതിനാൽ നബിയെ തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ചൊവ്വായി നിലകൊള്ളുക. വമൻ താബ മഅക, തങ്ങളുടെ കൂടെ അല്ലാഹുവിലേക്ക് മടങ്ങിയ ആളുകളും ചൊവ്വായി നിലകൊള്ളുക. വലാ തത്ഗൗ, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു നന്നായി കാണുന്നവനാണ്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് നബിമാരുടെ ചരിത്രം രേഖപ്പെടുത്തിയതിന്റെ തുടർന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ തൗറാത്ത് എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം ലഭിച്ചതിന് ശേഷവും ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി എന്ന കാര്യമാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഖുർആൻ വിശദീകരിക്കുന്നത്. ഇത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രബോധന രംഗത്തുണ്ടാകുന്ന കൈപ്പേറിയ ദുരനുഭവങ്ങൾ, ആ ദുരനുഭവങ്ങളിൽ തങ്ങളെ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും വേണ്ടി അല്ലാഹു തആല പറഞ്ഞതാണ് എന്നാണ്. അതായത് ഖുർആൻ കാര്യകാരണ സഹിതം അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥം തന്നെയാണെന്ന് ജനങ്ങൾക്ക് പ്രഥമ ദൃഷ്ട്യാ തന്നെ വിശ്വസിക്കാൻ പറ്റും വിധത്തിലുള്ള പശ്ചാത്തലമാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നേരത്തെ മുതൽ ഉള്ളത്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരക്ഷരാഭ്യാസം നേടാൻ പോയിട്ടില്ല, പള്ളിക്കൂടങ്ങളിൽ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റ് ഗുരുകുലത്തിലോ അല്ലെങ്കിൽ ഗുരുവിന്റെ മുന്നിൽ നിന്നോ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ പഠിച്ചതായി ആർക്കും അറിയില്ല. എന്നിട്ടും 6-ാം നൂറ്റാണ്ടിലെ അറേബ്യൻ സമൂഹത്തിന്റെ സാഹിത്യ സാമ്രാട്ടുകളെ മുട്ടുകുത്തിക്കും വിധത്തിലുള്ള അത്യത്ഭുതകരവും അങ്ങേയറ്റം സാഹിത്യ സമ്പുഷ്ടവും അർത്ഥഗാംഭീര്യം നിറഞ്ഞു തുളുമ്പുന്നതുമായിട്ടുള്ള ഒരു ഗ്രന്ഥം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഓതിക്കേൾപ്പിക്കുമ്പോൾ ഇതൊരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നല്ലാതെ, അഥവാ ദൈവികമായ സന്ദേശങ്ങൾ കിട്ടുന്ന ഒരാൾക്കല്ലാതെ പറയാൻ സാധിക്കില്ല എന്ന് കൃത്യമായും ഉറപ്പിക്കാവുന്ന തെളിവുകൾ മുന്നിലുണ്ടായിട്ടും അവരത് വിശ്വസിക്കാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, എവിടുന്നൊക്കെയോ സാഹിത്യമോഷണം നടത്തി മുഹമ്മദ് നബി തട്ടിക്കൂട്ടിയ ഒരു സംവിധാനമാണിത് എന്നു ആരോപണം ഉന്നയിക്കാനാണ് ശത്രുക്കൾ ശ്രമിച്ചത്. സ്വാഭാവികമായും സത്യത്തിന്റെ ഒരു തരിമ്പ് പോലുമില്ലാത്ത അത്തരം ദുരാരോപണങ്ങൾ കേൾക്കുമ്പോൾ
സത്യസന്ധമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥതയും വിഷമവും നിരാശയും ഒക്കെ പടരുക എന്നത് സ്വാഭാവികമാണല്ലോ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുൻകാല പ്രവാചകന്മാർ അനുഭവിക്കേണ്ടി വന്ന ദുരനുഭവങ്ങൾ സൂചിപ്പിക്കുന്നതിലൂടെ അല്ലാഹു തആല നബി തങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുകയാണ്. അതായത് ഇത്തരം ദുരനുഭവങ്ങൾ നബിയെ ഈ റൂട്ടിൽ സഞ്ചരിച്ചിട്ടുള്ള തങ്ങളുടെ മുൻഗാമികളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് തങ്ങളുടെ ജീവിതത്തിലും നടക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവാചകന്മാരൊക്കെ എന്റെ മുൻഗാമികളൊക്കെ സഹിച്ചതുപോലെ അവരൊക്കെ ക്ഷമിച്ചതുപോലെ ഞാനും സഹിക്കാനും ക്ഷമിക്കാനും കടമപ്പെട്ടവൻ തന്നെയാണല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ തന്റെ മാനസിക പിരിമുറുക്കത്തിന് ചെറുതായിട്ടൊരു റിലാക്സേഷൻ ലഭിക്കും. അതാണ് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ് മുഫസ്സിറുകൾ സൂചിപ്പിക്കുന്നത്. അതാണ് വലഖദ് ആതൈനാ മൂസൽ കിതാബ്, നിശ്ചയം മൂസാ നബി അലൈഹി ഇസ്ലാമിന് നാം ഗ്രന്ഥം നൽകി. ഫഖ്തുലിഫ ഫീഹി, അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അഭിപ്രായ വ്യത്യാസം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ആ ഗ്രന്ഥം ശരിയാണെന്ന് സമ്മതിക്കുന്നവരും ആ ഗ്രന്ഥം ശരിയല്ല, അതിലെ ആശയങ്ങൾ അംഗീകരിക്കാനാവില്ല എന്ന് പറയുന്നവരും ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടായി. ഇമാം ബഗ്വി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം, കമാ ഫഅല ഖൗമുക ബിൽ ഖുർആൻ, നബിയെ തങ്ങളുടെ സമൂഹം ഖുർആനുമായി ബന്ധപ്പെട്ട അവരുടെ ഭാഗത്തുനിന്നുണ്ടായതും അങ്ങനെ തന്നെയല്ലേ. അതായത് ചിലർ വിശ്വസിച്ചു, ചിലർ അവിശ്വസിച്ചു. ഇതുപോലെ തൗറാത്തുമായി മൂസ നബി അലൈഹി ഇസ്ലാം വന്നപ്പോൾ ചിലർ വിശ്വസിച്ചു, ചിലർ അവിശ്വസിച്ചു. എന്തിനാണ് ഇത് നബി തങ്ങളോട് പറയുന്നത്? യുഅസ്സി നബിയഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു തആല നബി തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ. അതായത് നിഷേധിക്കലും നിരാകരിക്കലും അത് ആദ്യത്തെ അനുഭവമല്ല. തങ്ങളുടെ മുമ്പുള്ള നബിമാരും ഈ ദുരന്തം അനുഭവിച്ചിട്ടുണ്ട്, ആ കയ്പുനീർ കുടിച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ ക്ഷമയോടുകൂടെ ദഅവത്തിന്റെ രംഗത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. തങ്ങളും അതേ റൂട്ടിലൂടെ മുന്നോട്ട് പോവുക എന്ന ഉത്ബോധനമാണ് അതിനകത്തുള്ളത് എന്ന് ചുരുക്കം. അതാണ് വലഖദ് ആതൈനാ മൂസൽ കിതാബ്, നിശ്ചയം മൂസാ നബി അലൈഹി ഇസ്ലാമിന് നാം ഗ്രന്ഥം നൽകി. ഫഖ്തുലിഫ ഫീഹി, എന്നിട്ട് ആ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായി. അത് ദൈവികമാണെന്നും ശരിയാണെന്നും ചിലർ വാദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. മറ്റു ചിലർ അത് ദൈവികമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി ശരിയല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു. വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക്, തങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു വാക്യം മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെട്ടേനെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് അല്ലാഹു തആല പരമാവധി സാവകാശം നൽകും. നിഷേധിച്ച ഉടനെ അവർക്കെതിരെ അല്ലാഹു തആല ആക്ഷൻ എടുക്കില്ല. മറിച്ച് നന്നാവാനും വീണ്ടും വിചാരത്തിനും അതേപോലെ തന്നെ മാറി മാറി ചിന്തിക്കാനും ഒക്കെയുള്ള ഒട്ടനവധി സന്ദർഭങ്ങൾ അല്ലാഹു അവർക്ക് നൽകുമെന്ന് അല്ലാഹു തആല നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ നിഷേധിച്ച ഉടനെ തന്നെ അവർക്കെതിരെ ശിക്ഷ ഇറക്കി അവരുടെ വിഷയത്തിൽ തീരുമാനാക്കാത്തത്. അതാണ് വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക്, തങ്ങളുടെ നാഥനിൽ നിന്നുള്ള ഒരു വാക്യം മുൻകടന്നില്ലായിരുന്നുവെങ്കിൽ. എന്താണ് ആ വാക്യം? ഒരഭിപ്രായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നത് അവർക്ക് ശിക്ഷ പിന്തിച്ച് താമസിപ്പിച്ച് സാവകാശം കൊടുക്കുമെന്നതാണ്. മറ്റൊന്ന്, പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് സത്യവും അസത്യവും വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യാതെ ഒരു സമൂഹത്തെ ശിക്ഷിക്കില്ല എന്ന് അല്ലാഹു പറയുന്നുണ്ടല്ലോ. അതാണെന്ന അഭിപ്രായവും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിഷേധിച്ച ഉടനെ ശിക്ഷിക്കൂല എന്ന് പടച്ചവന്റെ തീരുമാനം ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ ലഖുദിയ ബൈനഹും, അവർക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുമായിരുന്നു ഇപ്പോൾ തന്നെ. ഫിൽ ഹാലി, ഇപ്പോൾ തന്നെ അവർ ശിക്ഷിക്കപ്പെടുമായിരുന്നു. അതേപോലെ തന്നെ അവരുടെ നാശത്തിനും അതേപോലെ തന്നെ അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള പരാജയത്തിനും ഇപ്പോൾ തന്നെ വേദി ഒരുക്കപ്പെടുമായിരുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോൾ അവരെ ശിക്ഷിക്കാതെ നിഷേധിച്ചിട്ടും പ്രവാചകന്മാർ പറയുന്നത് ശരിയല്ല എന്ന് അങ്ങേയറ്റം പ്രകോപനപരമായ വിധത്തിൽ സംസാരിച്ചിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും അവർക്ക് സ്വസ്ഥമായി ജീവിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് കുറച്ചു കഴിഞ്ഞാലെങ്കിലും പോകെ പോകെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയോ ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് കടന്നു വരികയോ ചെയ്യുന്നുവെങ്കിൽ അതിനുള്ള സാവകാശവും സന്ദർഭവും നൽകുകയാണ് അല്ലാഹു ചെയ്യുന്നത്. വഇന്നഹും ലഫീ ശക്കിൻ മിൻഹു മുരീബ്,
നിശ്ചയം ഈ ഗ്രന്ഥത്തെ സംബന്ധിച്ച് അവർ അതിശക്തമായിട്ടുള്ള സംശയത്തിലാണ്. ഒരിക്കലും ഒരാൾക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള സംശയത്തിന്റെ ദുരാരോപണങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഇന്ന കുല്ലൻ, നിശ്ചയം എല്ലാവരും, ലമ്മാഇല്ല യുവഫി അന്നഹും റബ്ബുക അഅമാലഹും, അവർക്കെല്ലാവർക്കും തങ്ങളുടെ നാഥൻ അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം പൂർത്തിയാക്കി നൽകുക തന്നെ ചെയ്യും. ഓരോ വിഭാഗം ആളുകളും അവർക്കുള്ള പ്രതിഫലം അല്ലാഹു തആല പൂർത്തിയാക്കി നൽകുക തന്നെ ചെയ്യും. കാരണം ഇന്നഹു ബിമാ യഅമലൂന ഖബീർ, നിശ്ചയം അല്ലാഹു തആല അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. അപ്പോ ഇവിടെ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മോശമാവുകയും എന്നിട്ടും അവന് ജീവിക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യുന്നുവെങ്കിൽ അതുകൊണ്ടൊന്നും അവരാരും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടതില്ല. കാരണം അല്ലാഹു എല്ലാവരുടെ പ്രവർത്തനവും ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നഹു ബിമാ യഅമലൂന ഖബീർ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അല്ലാഹു അറിയുന്നു വിശദമായി എന്നതിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഐ അലീമുൻ ബി അഅമാലിഹിം ജമീഅഹാ, അവരുടെ എല്ലാ അമലുകളെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. ജലീലിഹാ വ ഹഖീരിഹാ സഗീരിഹാ വ കബീരിഹാ, നിസ്സാരമായതോ ഗൗരവതരമായതോ ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അറിയുന്നവനാണ്. അങ്ങനെ അറിഞ്ഞിട്ട് അർഹമായ പ്രതിഫലവും, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, രക്ഷയാണെങ്കിൽ രക്ഷ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകുക തന്നെ ചെയ്യും എന്ന് പടച്ച തമ്പുരാൻ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ കൽപ്പനകളെ നിരാകരിച്ചും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ തള്ളിക്കളഞ്ഞും ഇവിടെ സ്വൈരവിഹാരം നടത്തുന്ന ആളുകൾ അവരുടെ ഇതേ കണ്ടീഷൻ എല്ലായ്പ്പോഴും തുടർന്ന് കിട്ടുമെന്ന് കണക്കുകൂട്ടലോ മനപ്പായസം ഉണ്ണുകയോ വേണ്ട. മറിച്ച് അവരുടെ ജീവിതത്തിൽ അതിഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം നേരിടാൻ അവർ തയ്യാറായിരിക്കണമെന്ന് താക്കീതാണ് ഈ സൂക്തത്തിലൂടെ അല്ലാഹു തആല നൽകുന്നത്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഫസ്തഖിം, അതിനാൽ നബിയെ തങ്ങൾ ചൊവ്വായി നിലകൊള്ളുക, കമാ ഉമിർത, തങ്ങളോട് കൽപ്പിക്കപ്പെട്ട പോലെ. തങ്ങളോട് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെയാണോ കൽപ്പിക്കപ്പെട്ടത് തങ്ങൾ അതുപോലെ ജീവിക്കുക. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ വലത്തോട്ടും ഇടത്തോട്ടും തെറ്റാതെ നേരായ റൂട്ടിലൂടെ സഞ്ചരിക്കുക. എങ്ങനെയാണോ ചെയ്യാൻ പറഞ്ഞത്, എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത്, ചെയ്യാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ചെയ്യുക, ചെയ്യരുതെന്ന് പറഞ്ഞത് ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇതാണ് ഇസ്തിഖാമത്ത്. ഒരു മനുഷ്യൻ മുസ്തഖീമായ റൂട്ടിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ പടച്ച തമ്പുരാന്റെ താല്പര്യവും തീരുമാനവും എന്താണോ ആ തീരുമാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക, ആ തീരുമാനം അങ്ങനെ തന്നെ പ്രാക്ടിക്കലാക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് എന്നെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾ വളരെ ഗൗരവതരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ശയ്യബത്നി ഹൂദു അഖവാതുഹ. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ നമ്മളത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. സൂറത്ത് ഹൂദും അതുപോലുള്ള ചില സൂറത്തുകളും എന്നെ നിരപ്പിച്ചു, അഥവാ എന്റെ ശരീരത്തിൽ നിരകൾ പ്രത്യക്ഷപ്പെട്ടത് ഈ സൂറത്തിലെ ചില ഗൗരവതരമായ നിർദ്ദേശങ്ങളുടെ അന്തസത്തയും അതിന്റെ അർത്ഥഗാംഭീര്യവും ആലോചിച്ചുകൊണ്ട് നിരച്ചതാണ്. ഏതാനും രോമങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിരച്ചിട്ടുണ്ടെങ്കിൽ ആ നിരപ്പിച്ചത് ഈ സൂറത്തിലെ ഈ നിർദ്ദേശമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല ഇപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? ഫസ്തഖിം കമാ ഉമിർത, തങ്ങളോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ തങ്ങൾ ചൊവ്വായി നിലകൊള്ളുക. ഇതിപ്പോ എത്ര ഗൗരവമുണ്ടോ നമുക്ക് തോന്നാം. വാസ്തവത്തിൽ കൽപ്പിക്കപ്പെട്ടതുപോലെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും അരുതായ്മകളോ അല്ലെങ്കിൽ അബദ്ധങ്ങളോ വന്നുപോയാലോ എന്ന് ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തിത്വം ചിന്തിക്കുമ്പോഴാണ് അതിന്റെ ഗൗരവം മനസ്സിലാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളിലൂടെ മുന്നോട്ട് പോവുക എന്നത് ഒരു നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്നത് പോലെ ഗൗരവതരമായി നമ്മൾ കാണണം. ആ നൂൽപ്പാലത്തിലൂടെ സഞ്ചരിക്കുന്നതിൽ നിന്ന് ചെറുതായൊന്ന് കാല് തെറ്റിപ്പോയാൽ നമ്മൾ താഴോട്ട് വീണുപോവില്ലേ? അപ്പൊ എന്തുമാത്രം ആശങ്കയുണ്ടാകും, എന്തുമാത്രം ജിജ്ഞാസയുണ്ടാകും, ഇതിന്റെ ക്ലൈമാക്സ് എന്താകുമെന്നതിനെ സംബന്ധിച്ച്. അതേപോലെയാണ് റസൂലുള്ളാഹിയോട് അല്ലാഹു പറയുന്നത്, ഫസ്തഖിം,
തങ്ങൾ ചൊവ്വായി നിലകൊള്ളണം കമാ ഉമിർത്ത തങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. ഇവിടെ കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണെങ്കിലും എല്ലാവർക്കും ബാധകമായിട്ടുള്ള കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒമൻ താബ മഅക, തങ്ങളുടെ കൂടെ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയിട്ടുള്ള, അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ റെഡിയായിട്ടുള്ള ആളുകളും അവരും എന്ത് ചെയ്യണം? അവർ നേരായ റൂട്ടിൽ ചൊവ്വായി നിലകൊള്ളണം. വലാ തതഗൗ, നിങ്ങൾ അതിക്രമികളാവരുത്. അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾ എങ്ങനെയാണോ വരുന്നത് ആ വരുന്നത് പോലെ നിങ്ങൾ ജീവിക്കണം. അതിൽ നിങ്ങളെ വകയായിട്ട് ഓവറാക്കണ്ട, നിങ്ങളെ വകയായിട്ട് നിങ്ങൾ അതിന് കുറക്കാനും പോകണ്ട. ഇതാണ് ഇസ്തിഖാമത്ത് എന്നാണ് ബഹുമാനപ്പെട്ട ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ രേഖപ്പെടുത്തുന്നത് കാണാം. ഫസ്തഖിം എന്നതിന് ഒരർത്ഥം തങ്ങൾ ചൊവ്വായി നിലകൊള്ളുക എന്നാണ്. മറ്റൊരർത്ഥം ഇസ്തഖിം എന്ന് പറഞ്ഞാൽ ഉത്ലുബിൽ ഇഖാമത അല ദീൻ മിനല്ലാഹി വസ്അൽഹു ദാലിക, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് നിലനിൽക്കാനുള്ള സൗഭാഗ്യം അള്ളാഹുവോട് ചോദിക്കുകയും അള്ളാഹുവിൽ നിന്നത് പ്രാർത്ഥിച്ച് നേടുകയും ചെയ്യണമെന്നാണ്. അത് ഫസ്തഖിം എന്ന് പറഞ്ഞാൽ ഇസ്തിഖാമത്ത് തങ്ങൾ തേടണം എന്നൊരർത്ഥവും കൂടെ ഇവിടെയുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു എന്ന് പറയണല്ലേ, എന്നതുപോലെയാണ് ഈ സീനിന്റെ അർത്ഥം എന്ന് ഒരു വ്യാഖ്യാനവും പണ്ഡിതന്മാർക്കുണ്ട്. അപ്പൊ ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഈ ശരിയായ റൂട്ടിലൂടെ നിലകൊള്ളാനുള്ള സൗഭാഗ്യത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം ഫസ്തഖിം എന്ന് പറഞ്ഞാൽ തങ്ങൾ ചൊവ്വായി നിലകൊള്ളണം, അഥവാ അള്ളാഹുവിൽ നിന്നുള്ള വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കുക എന്ന സംഗതി കൃത്യമായിട്ട് നിലനിർത്തണം എന്ന അർത്ഥമാണ്. ഏതായാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ? വൽ ഇസ്തിഖാമത്തു. ഇമാം ഖുർത്തുബി തങ്ങൾ രേഖപ്പെടുത്താണ് ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിംറാറു ഫീ ജിഹത്തിൻ വാഹിദ, ഒരേ റൂട്ടിൽ നിലകൊള്ളലാണ്. മിൻ ഗൈരി അഖദിൻ ഫീ ജിഹത്തിൽ യമീനി വശിമാൽ, വലത്തോട്ടോ ഇടത്തോട്ടോ അല്പം പോലും തെറ്റാതെ ശരിയായ റൂട്ടിൽ നിലകൊള്ളുക എന്നതാണ്. അതായത് ഫസ്തഖിം അല ഇംതിസാലി അംരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങുക എന്നതിന്റെ പേരിൽ ചൊവ്വായി നിലകൊള്ളണം. അപ്പൊ അള്ളാഹു തആല ചെയ്യാൻ പറഞ്ഞതെല്ലാം ചെയ്യുക, അള്ളാഹു ഒഴിവാക്കണമെന്ന് പറഞ്ഞതെല്ലാം ഒഴിവാക്കുക. ഇതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു ചെറിയ കുറവ് പറ്റിപ്പോയാലോ എന്ന ചിന്തയിൽ നിന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിരബാധിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും മുത്തുനബിയോട് വന്നിട്ട് ഉപദേശം ചോദിച്ചത് ഹദീസിൽ കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി സഖഫി റളിയല്ലാഹു അൻഹു പറയാൻ, ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ നബി തങ്ങളോട് ചോദിച്ചു, തങ്ങളെ ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക, ഇസ്ലാമിനെ സംബന്ധിച്ച് തങ്ങൾ എനിക്കൊരു കാര്യം പറഞ്ഞു തരൂ, അതിനെ സംബന്ധിച്ച് മറ്റൊരാളോട് ഇനി എനിക്ക് ചോദിക്കേണ്ടി വരരുത്. അவ்விதം സമ്പൂർണമായ വിധത്തിൽ ഒരു കാര്യം തങ്ങൾ എനിക്ക് പറഞ്ഞു തരുമെന്ന്. ഖാല, നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, ഖുൽ ആമന്തു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയുകയും സുമ്മസ്തഖീം, എന്നിട്ട് ചൊവ്വായി നിലകൊള്ളുകയും ചെയ്യുക എന്ന്. അതായത് ജീവിതത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ എങ്ങനെയാണോ, വിരോധങ്ങൾ എന്തൊക്കെയാണോ അതെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്വഭാവം സ്വീകരിക്കണം എന്നാണ് ഇപ്പൊ പറയുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മളായിട്ട് ഒന്നും ഉണ്ടാക്കണ്ട. അള്ളാഹു എന്താണോ കൽപ്പിച്ചത്, ഇസ്ലാം എന്താണോ നിർദ്ദേശിച്ചത്, അത് അങ്ങനെ തന്നെ അതേ അളവിലും തൂക്കത്തിലും ചെയ്യാം. ഇസ്ലാം എന്താണോ വിലക്കിയത്, ആ വിലക്ക് അതേ രൂപത്തിൽ തന്നെ പ്രാക്ടിക്കലാക്കുക. അപ്പൊ അള്ളാഹു കൽപ്പിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ ഓവറായിട്ട് എടുക്കാൻ നിന്നിട്ട് എന്ത് ചെയ്യണ്ട, നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. എന്താണ് ഇവിടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നദ്ദീന യുസ്ർ, നിശ്ചയം ഈ ദീൻ അത് എളുപ്പമാണ്. വലൻ യുശാദ്ദദ്ദീന അഹദുൻ ഇല്ലാ ഗലബ, ഈ ദീനിന് ആരെങ്കിലും ശിദ്ദത്താക്കുകയും അതിലുള്ള നിയമങ്ങൾ ഉള്ളതിനേക്കാൾ കാർക്കശ്യത്തോടുകൂടെ നടപ്പാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്താൽ ആ ദീൻ അവനെ പരാജയപ്പെടുത്തുന്ന അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ നേരായി നിലകൊള്ളണം, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഓവറായി റിയാക്ട് ചെയ്യരുത് എന്ന്. അള്ളാഹുവിന്റെ കൽപ്പനകൾ എങ്ങനെയാണോ വന്നത് അവിടെ നിൽക്കണം,
അവിടെ നിന്നാൽ നിങ്ങൾക്ക് മടി വരൂല, നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞൊന്നും ചെയ്യാണ്ടാവില്ല. ആ സമയത്ത് നിങ്ങൾ ഓവറായിട്ട് ചിലപ്പോഴൊക്കെ ചെയ്യാൻ ശ്രമിച്ചാലോ, ഓവറായിട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ ഓവറായിട്ട് ചിലപ്പോൾ സുന്നത്തെടുക്കുമ്പോൾ ഫർളന്നെ പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഇപ്പൊ രാത്രി തീരെ ഉറങ്ങാതെ ഒരാൾ സുന്നത്ത് കരിക്കാനാണ് തീരുമാനിച്ചു നിൽക്കുക. അങ്ങനെ നിസ്കരിച്ചിട്ട് സുബഹിയാവാൻ സമയമാകുമ്പോഴൊക്കെ അവന് ഭയങ്കരമായിട്ട് ഉറക്കം വന്ന് ആ സമയത്ത് വെറുതെ ഒന്ന് കിടന്നതാണ്. ആ കിടത്തത്തിലായിട്ട് ഉറങ്ങിപ്പോയിട്ട് സുബഹി ഖളാ ആയിപ്പോയി നിൽക്കുക. എന്താ അതുകൊണ്ട് കാര്യം? അതാ പറഞ്ഞത്, ദീനിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം എങ്ങനെയാണോ, മുത്തുനബി എങ്ങനെയാണോ നമുക്ക് പ്രാക്ടിക്കലാക്കി കാണിച്ചു തന്നത്, അതേപോലെ നിൽക്കുക എന്നതാണ് ഇതിന്റെ താല്പര്യം. അതാണ് അതിലത്തെ കുറവ് വന്നെങ്കിലോ എന്നുള്ള ചിന്തയാണ് തങ്ങളെ നിരപ്പിച്ചത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വലാ തത്തഗൗ, നിങ്ങൾ അതിക്രമം കാണിക്കരുത്. അതായത് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പോണ്ട. ഇന്നഹു ബിമാ തഅമലൂന ബസീർ, നിശ്ചയം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം അള്ളാഹു വിശദമായി കാണുന്നുണ്ട്. അർഹമായത് നിങ്ങൾക്ക് അവൻ തരികയും ചെയ്യും. അതുകൊണ്ട് ഗൗരവത്തോടുകൂടെ നമ്മൾ കാര്യങ്ങളെ കാണണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.